പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ ആഗോള സാമ്പത്തിക ക്രമത്തെ വലിയൊരു തകർച്ചയിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മുറുകുന്നതോടെ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധനമാണ് രേഖപ്പെടുത്തുന്നത്. ഇത് ഇന്ത്യയെ പോലുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ഒമാനും ഇറാന്റെ തെക്കൻ തീരത്തിനും ഇടയിലുള്ള ഇടുങ്ങിയ ജലപാതയാണ് ഹോർമസ് കടലിടുക്ക്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ പേർഷ്യൻ ഗൾഫിനെ അറബിക്കടലുമായും ഒമാൻ ഉൾക്കടലുമായും ബന്ധിപ്പിക്കുന്ന ഏക പാതയാണിത്. ലോകത്തിലെ ആകെ എണ്ണ ഉപഭോഗത്തിന്റെ 1/5 കടന്നു പോകുന്നത് ഈ കൊച്ചു ജലപാതയിലൂടെയാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ടാങ്കറുകൾക്ക് ലോകവിപണിയിലെത്താൻ ഈ വഴി അനിവാര്യമാണ്. ദ്രാവക രൂപത്തിലുള്ള പ്രകൃതിവാതകത്തിന്റെ ഭൂരിഭാഗവും ഇതുവഴിയാണ് കൊണ്ടുപോകുന്നത്. അതിനാൽ തന്നെ ഹോർമസ് കടലിടുക്കിലെ ചെറിയൊരു തടസ്സം പോലും ആഗോള എണ്ണ വിലയെ ഉടനടി ബാധിക്കും. സമീപ ദിവസങ്ങളിൽ ഹോർമസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്തിന് അമേരിക്കൻ സൈന്യം സംരക്ഷണം നൽകുമെന്ന വാർത്തകളും പരന്നിരുന്നു. ബ്രൈറ്റ് ക്രൂഡ് വില ബാരലിന് $82 എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് US എനർജി സെക്രട്ടറി ക്രിസ് റൈറ്റ് ഒരു ഓയിൽ ടാങ്കറിന് അമേരിക്കൻ സൈന്യം അകമ്പടി പോയതായി ട്വീറ്റ് ചെയ്തത്. ഇത് വിപണിയിൽ താൽക്കാലികമായി ആശ്വാസം നൽകിയെങ്കിലും തൊട്ടു പിന്നാലെ വൈറ്റ് ഹൗസ് ഈ വാർത്ത നിഷേധിച്ചു. സൈനിക സംരക്ഷണം നൽകുന്നുവെന്ന അവകാശവാദം തെറ്റാണെന്നും അത്തരമൊരു നയം നിലവിലില്ലെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കിയതോടെ എണ്ണവിലയിൽ വൻ കുതിപ്പുണ്ടായി. ബാരലിന് $82 നിന്നും വെറും മണിക്കൂറുകൾ കൊണ്ട് വില $92 ഉയർന്നു. വിപണിയിലെ ഈ അനിശ്ചിതത്വം ആഗോള പണപ്പെരുപ്പത്തിന് കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഹോർമസ് കടലിടുക്കിൽ ഇറാൻ മൈനുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയെന്ന വാർത്താ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നതിലൂടെ ആഗോള സമ്പദ് വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇതിനെതിരെ കടുത്ത ഭാഷയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രതികരിച്ചത്. മൈനുകൾ എത്രയും വേഗം നീക്കം ചെയ്യണമെന്നും കപ്പൽപാത തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സൈനിക നടപടികൾ ഉൾപ്പെടെ ആലോചിക്കുന്നുണ്ടെന്നും അമേരിക്ക വ്യക്തമാക്കി. കടലിടുക്ക് പൂർണ്ണമായും അടഞ്ഞാൽ ലോകം വലിയൊരു ഊർജ്ജ ക്ഷാമത്തിലേക്ക് നീങ്ങും. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ സിംഹഭാഗവും വരുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. ഹോർമസ് പ്രതിസന്ധി ഇന്ത്യയിൽ നേരിട്ട് ബാധിക്കുന്ന 3 മേഖലകൾ ഇവയാണ്. രാജ്യത്ത് LPG ക്ഷാമം നേരിടുന്നുവെന്ന പരാതികൾക്കിടയിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി നൽകിയ ഉറപ്പ് സാധാരണക്കാർക്ക് ആശ്വാസകരമാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. എന്നാൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ ലഭ്യതയിൽ 20 മുതൽ 30% വരെ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഹോട്ടലുകൾ, ചെറുകിട വ്യവസായങ്ങൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കും. പൂഴ്ത്തിവയ്പ് തടയാനായി ആവശ്യവസ്തു നിയമപ്രകാരം സർക്കാർ വിജ്ഞാപനം ഇറക്കിയിട്ടുമുണ്ട്. LPG ലഭ്യത ഉറപ്പാക്കാൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നും അറിയിച്ചു. എണ്ണവില വർധനവിനെ തുടർന്ന് വിമാന ഇന്ധനത്തിന്റെ വിലയും ഉയർന്നിട്ടുണ്ട്. ഇതിന് ആനുപാതികമായി എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ ഇന്ധന സർചാർജ് വർദ്ധിപ്പിച്ചു. ഇത് പ്രവാസികളെയും വിദേശയാത്ര നടത്തുന്നവരെയും വലിയ രീതിയിൽ ബാധിക്കും. ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ MP-മാർ തയ്യാറെടുക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില $92 കടന്നാൽ ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വിലയിൽ വർധനമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഡീസൽ വില വർദ്ധിക്കുന്നത് ചരക്ക് ഗതാഗത ചെലവ് കൂട്ടുകയും അത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യ വിവിധ നടപടികൾ ആലോചിക്കുന്നുണ്ട്. ഹോർമസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന ഇന്ത്യൻ ടാങ്കറുകൾക്ക് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ അകമ്പടി നൽകുന്നതിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു. മുൻപ് സമാനമായ സാഹചര്യങ്ങളിൽ ഇന്ത്യ ഓപ്പറേഷൻ സങ്കൽപ് എന്ന പേരിൽ കപ്പലുകൾക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട്. റഷ്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ എത്തിച്ച് പശ്ചിമേഷ്യയോടുള്ള ആശ്രിതത്വം കുറയ്ക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായി ഇന്ത്യ ഭൂഗർഭ അറകളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന എണ്ണ ശേഖരം ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഹോർമസ് കടലിടുക്ക് ഒരു വെറും ജലപാതയല്ല, മറിച്ച് ആഗോള വിപണിയുടെ ജനനാഡിയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശക്തി പ്രകടനം ഈ പാതയെ നിശ്ചലമാക്കിയാൽ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ ലഭ്യത ഉറപ്പാക്കുക എന്നതിനൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുക എന്നതും വലിയ വെല്ലുവിളിയാണ്. റിലയൻസ് പോലുള്ള സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടെ നാവികസേനയുടെ ജാഗ്രതയും കൊണ്ട് ഈ പ്രതിസന്ധിയെ മറികടക്കാനാണ് രാജ്യം ശ്രമിക്കുന്നത്. എന്നിരുന്നാലും പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിക്കാതെ എണ്ണ വിപണിയിൽ സ്ഥിരത കൈവരിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്.